ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സുഖമാണോ? കുഞ്ഞുങ്ങളെ, നാളെ പെസഹായാണ് കേട്ടോ. അതെ, പിന്നെ കുട്ടികള് മമ്മിയോടൊക്കെ ചോദിച്ചിട്ട് പെസഹായ്ക്ക് അപ്പം ഉണ്ടാക്കുന്നതെല്ലാം പഠിക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ഇച്ചിരി സഹായിക്കണം കേട്ടോ. തേങ്ങയൊക്കെ ചിരണ്ടി കൊടുക്കണം, അങ്ങനെ പല ഹെൽപ്പൊക്കെ ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. നന്മറിഞ്ഞവരും ചൊല്ലി നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരുടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഏത് വിധേന മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചവരാണെങ്കിലും ചോദിക്കാൻ സാധിക്കാതെ അവരെല്ലാ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. നന്മ അറിഞ്ഞു മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സ്വകാര്യമായി ചോദിച്ചാൽ മതി എന്നതിനെ കുറിച്ചാണ്. സ്വകാര്യമായി ചോദിക്കുക. അങ്ങനെയുണ്ട്. മർക്കോസ് 13:3 വചനം. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 13:3. ഇങ്ങനെയാണ്: അനന്തരം അവൻ ഒലിവ് മലയിൽ ദേവാലയത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ് എന്നിവരെ സ്വകാര്യമായി അവരോട് ചോദിച്ച കാര്യം പറയുന്നില്ല, നിങ്ങൾ വായിച്ചു കണ്ടുപിടിക്കും കേട്ടോ. ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് യേശു വേദനകളുടെ ആരംഭത്തെക്കുറിച്ച്, രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച്, ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിച്ചിട്ട് ഇവര് പോയിരുന്നത് വളരെ രഹസ്യത്തിലായിട്ട് സൂത്രത ചോദിക്കുകയാണ്. കർത്താവ് ഇതൊക്കെ സംഭവിക്കുക, എന്നെ അടയാളമൊക്കെ എന്നതാന്നുള്ളത്. ഈശോ എല്ലാത്തിനും മറുപടി പറയുക. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമുക്ക് ഈശോയുമായിട്ട് സംവദിക്കാനുള്ള ഒരു സ്വകാര്യ സമയം നമുക്ക് ജീവിതത്തിൽ ചുമ്മാ കൊച്ചു വർത്താനം പറയാൻ വേണ്ടിയിട്ടേ അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഈശോ ഹൃദയം എന്ന് പറഞ്ഞാൽ അനേകം വിശുദ്ധാത്മാക്കളുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ അവർക്കെല്ലാം അങ്ങനെ സ്വകാര്യ സമയമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ ബാക്കി കുറച്ച് സമയം നമുക്ക് വീട്ടിലെ സ്വകാര്യ സമയം എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് ഈ സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ അത് അത്രയൊരു ഡീപ്പ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു ബന്ധം, സ്നേഹത്തിന്റെ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടും. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ കൂടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അവൻ ദേവാലയത്തിന് അഭിമുഖമായിരിക്കുക എന്ന് പറയുക. അതിനകത്തൊക്കെ ചില കാര്യമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില കാരണന്മാരൊക്കെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ വീടിന്റെ മുറ്റത്ത് നിൽക്കായിരിക്കും. എന്നിട്ട് പള്ളി എവിടെയാണെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് തിരിഞ്ഞ് എന്റെ മാതാവേ, അല്ലെങ്കിൽ വിശുദ്ധന്റെ പേരൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അവസാനം എന്റെ കർത്താവേ, അല്ലേ, പലരൊക്കെ പല രീതിയിലാണ്. എന്റെ കർത്താവ് എന്നാണ് ആദ്യം വിളിക്കുന്നതെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവക ദേവാലയം, അത് പഴയ നിയമത്തില് ദിനവൃത്താന്ത 6 കിടക്കുന്നുണ്ട്. ദേവാലയത്തിന്റെ എവിടെയാണ് ദേവാലയം, ആ ദേവാലയത്തേക്ക് തിരിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുന്ന മേഖലകളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലൂടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കരുത്, എന്നെ നോക്ക് കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി സ്തുതിക്കാവോ? കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു എന്റെ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വലിയ സന്തോഷവും സമാധാനവും ശാന്തതയും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരുടെ ഹൃദയങ്ങളും കുടുംബങ്ങളും നിറയട്ടെ. കർത്താവെ, ഈ പെസഹാക്കാലം ഞങ്ങൾ ഒരു അനുഗ്രഹത്തിന്റെ കാലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങാനൊക്കെയുള്ള കൃപ ലഭിക്കട്ടെ. നല്ല കുമ്പസാരത്തിനുള്ള കൃപ ഈശോയുടെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വ്യക്തിപരമായ, സമൂഹമായും ഒക്കെ ഫോണിലൂടെ, കർത്താവ് ഫേസ്ബുക്കിലൂടെ, മറ്റു തരത്തില് കർത്താവ് മെയിലായിട്ടും വാട്സപ്പായിട്ടും ഫോൺ വഴിയൊക്കെ ആയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ നിയോഗങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പൈശാചികളെ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ യേശു നാമത്തിൽ ബന്ധിക്കും, വിട്ടുപോട്ടെ. ഒരു ദൂതൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടട്ടെ. വിശുദ്ധന്മാര്, പരിശുദ്ധ അമ്മ യോസേപ്പ് നിങ്ങൾക്ക് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങള് കർത്താവ് നേർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മാത്രം വിട്ടുവരട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.